മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചൂരൽമല സ്കൂൾ റോഡിൽ പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയ 27 കുടുംബങ്ങളാണ് സമരവുമായി രംഗത്തെത്തിയത്. പുനരധിവാസ ലിസ്റ്റിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 3 ലിസ്റ്റിലും പടവെട്ടിക്കുന്നിലെ 27 കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. സ്കൂൾ റോഡിലെ 20 കുടുംബങ്ങളും പടവെട്ടിക്കുന്നിലെ 7 കുടുംബങ്ങളുമാണ് സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് ദുരന്തബാധിതർ. ചൂരൽമലയിൽ നിന്ന് 1 കിലോമീറ്റർ ദുരന്തഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ സ്കൂൾ റോഡിലെ പടവെട്ടക്കുന്നിലെത്താം. 37ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശം റോഡും പാലവുമെല്ലാം തകർന്നതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പുനരധിവാസത്തിന്റെ 3 ലിസ്റ്റുകൾ പുറത്തു വന്നപ്പോൾ ഉൾപ്പെട്ടത് 4 കുടുംബങ്ങൾ മാത്രം. നോഗോ സോണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയുള്ള കരട് ഫേസ് 2B ലിസ്റ്റ് തയ്യാറാക്കാൻ മന്ത്രിസഭ ഉത്തരവിറക്കിയത് ഫെബ്രുവരി 27-ന്. എന്നാൽ പടവെട്ടിക്കുന്നുകാർ ഈ ലിസ്റ്റിലുമില്ല. ഒറ്റപ്പെട്ട കുടുംബങ്ങളെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ വാക്ക് പാഴ്വാക്കായെന്ന ദുരന്തബാധിതർ. ഈ പാവങ്ങളെ ഈ സംരക്ഷിക്കുന്നതിന് ബദൽ അവർ കോടികൾ മുടക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് റോഡ് ചെയ്യുന്നത്? കാരണം ഇവരാരും ഇവിടെ താമസിക്കില്ല. കാരണം ഞങ്ങളെ മക്കൾ വരില്ല, ഭാര്യമാർ വരില്ല. കാരണം അന്നത്തെ ലൈവ് കണ്ടവരാണ് അവർ. പേടി അവരിത് എപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെയും കൂടി ഈ ഇത് ഒറ്റപ്പെട്ട പ്രദേശത്തെ ഉൾക്കൊള്ളും എന്ന് ആദ്യ മന്ത്രി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പിന്നെ അത് പുറകോട്ട് പോയത്? 300 മീറ്റർ 30 മീറ്റർ എന്തിനാക്കി? നോഗോ സോണിന്റെ 50 മീറ്റർ പരിധിക്ക് മുകളിലായതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാവില്ലെന്നാണ് സർക്കാർ വിശദീകരണം. പടവെട്ടക്കുന്നിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഏറെയും പുത്തൻ വീടുകളും ഇരുനില വീടുകളുമാണ് ഇവിടെയുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ട വീട് ഉപേക്ഷിച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് പോകുന്നത് ജീവനെ ഭയന്നാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുന്ന് വരണ്ടാന്ന് തീരുമാനിക്കാൻ കാരണം ഞങ്ങൾ വന്നാൽ തന്നെ നമ്മളെ കുട്ടികളെ നമ്മളെ കൂടെ വരില്ല. അവരില്ലാതെ നമുക്ക് എന്തിനു ജീവിതം? എന്തൊരു ജീവിതമുള്ളത്? മക്കളെ എവിടെയാക്കും? പക്ഷെ അവർ അന്നത്തെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഭയമാണ്. ഇങ്ങോട്ട് വരാൻ തന്നെ തയ്യാറാക്കുന്നില്ല എൻ്റെ മോളൊന്നും. എൻ്റെ മോള് 9ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. അവൾക്ക് വരെ ഇങ്ങോട്ട് വരാൻ വരണ്ടെങ്കിൽ ചെറിയ മക്കളെ കാര്യം എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളിവിടെ താമസിക്കാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ റോഡോ പാലോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞങ്ങളോട് ഈ പ്രതികാര നടപടി സർക്കാർ എന്തിനു വേണ്ടിയിട്ടില്ലെന്നറിയില്ല. ഒരിക്കത് വാസയോഗ്യമല്ലാണ്ട് ജോൺ മത്തായി സാറ് റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ അതിന് പുറകോട്ട് പോയത്. അപ്പോൾ ഞങ്ങളോട് കടും ക്രൂരതയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ 7 മണിക്ക് ശേഷം വേണം ഈ പിഞ്ചു മക്കൾ ഇത്രയും ദുർഘടമായ റോഡ് താണ്ടിയിട്ട് തനിച്ച് വീട്ടിലെത്താൻ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ആനയുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും ശല്യം അതിക്രമിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, സർക്കാർ എന്തായാലും ഇപ്പോൾ ഒരു ആന പിടിച്ച ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിൽ തന്നെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാർ ഒറ്റ പ്രഖ്യാപിക്കൽ 5 ലക്ഷം. അങ്ങനെയാണെങ്കിൽ ഖജനാവിൽ കുറച്ച് ലക്ഷങ്ങളൊന്ന് സ്വരൂപിക്കാൻ നല്ലതായിരിക്കും. അതായത് ഓരോ ദിവസവും ഓരോ മക്കളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം മക്കളെയോ ഈ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചിട്ട് അവർക്ക് കൊടുക്കാനേ സമ്പാദ്യം കണ്ടെത്തേണ്ടി വരും സർക്കാർ. സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. സൂചനാ സമരമെന്ന നിലയിൽ ചൂരൽമലയിൽ കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തി സമരം ചെയ്യും. ADM തീർത്ത് പറഞ്ഞത് എനിക്കറിയാം, അവിടെ വാസയോഗ്യമല്ല എന്ന് ഞാൻ കണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ സർക്കാരാണ് ബാക്കി തീരുമാനിക്കേണ്ടത്. നിലവിൽ നിങ്ങളെ പേര് വരാൻ സാധ്യത വളരെ കുറവാന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ദിവസം ഒരു സൂചനാ സമരം എന്നുള്ള വിധത്തിൽ പരീക്ഷയില്ലാത്തന്ന് ഞങ്ങൾ കുടുംബമടക്കം സ്ത്രീകളും മക്കളും അടക്കം നമ്മുടെ ചൂരൽമല സ്കൂൾ റോഡ് ജംഗ്ഷനിൽ ഒരു സൂചനാ സമരം ഒരു ദിവസം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മാർച്ച് 13 വരെയാണ് 2ാം ഘട്ട B ലിസ്റ്റിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവസാന ദിനം. ഇതിൽ ഉൾപ്പെടുമെന്ന പ്രതീക്ഷ തൽക്കാലം ഇവർക്കില്ല. അതേസമയം ഈ മാസം തന്നെ ഭൂമി ഏറ്റെടുത്ത ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് പോകാനിരിക്കെ ദുരന്തബാധിതർ വീണ്ടും സമരവുമായി രംഗത്തെത്തുന്നത് സർക്കാരിനും വെല്ലുവിളിയാകും. ന്യൂസ് മലയാളം, വയനാട്.